ടു ലെക്ചേഴ്സ് ഓൺ ലോ. ഇന്ന് നമ്മൾ നോക്കുന്നത് ജൂറിസ്പ്രുഡൻസിന്റെ ക്ലാസ് ആണ്. ജൂറിസ്പ്രുഡൻസിന്റെ ക്ലാസ് ഇതിനു മുമ്പ് ഒരെണ്ണം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡെഫിനിഷൻ പാർട്ടൊക്കെ പറഞ്ഞ്. അപ്പൊ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ ജൂറിസ്പ്രുഡൻസിന്റെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് എടുക്കുന്നത് സോഴ്സസ് ഓഫ് ലോ ആണ്. സോഴ്സസ് ഓഫ് ലോ എന്ന് പറയുന്നത് ലോയെ കുറിച്ചുള്ള സ്റ്റഡിയാണ്, അല്ലെങ്കിൽ നോളജ് ഓഫ് ലോ ആണ് ജൂറിസ്പ്രുഡൻസ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് നിയമം എന്താണ് എന്ന് പഠിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു നോളജ് ഓഫ് ലോയാണ് നമ്മൾ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് നോളജ് ഓഫ് ലോ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ലോയിൽ എന്തൊക്കെ സോഴ്സസ് ഉണ്ട്, അതായത് നിയമം വരാനായിട്ട് അല്ലെങ്കിൽ ലോ ഉത്ഭവിക്കാനായിട്ട് അതിൽ എന്തൊക്കെ സോഴ്സസ് ആണ്, അതിന്റെ സോഴ്സസ് എന്തൊക്കെയാണ് വരുന്നത് എന്നാ ചോദിക്കുന്നത്. അതായത് ലോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അവിടെ വരാനായിട്ട് എന്തൊക്കെ സോഴ്സസ് ആണ് അവിടെ ഉള്ളത്. അതിൽ നമുക്ക് നിങ്ങളിതിങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി ഇരുന്നാൽ മതി. ഇപ്പൊ ഞാനിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയണമെന്നേ ഉള്ളൂ. ഏൻഷ്യന്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ലോ, അതായത് പണ്ട് കാലങ്ങളിലുള്ളതിൽ എന്തൊക്കെ സോഴ്സസ് ആണ് അല്ലെങ്കിൽ ഉത്ഭവങ്ങളാണ് ഈ ലോയുടെ സോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നാ നോക്കുന്നത്. ഏൻഷ്യന്റ് ആയിട്ടുള്ള സോഴ്സ് ഓഫ് ലോ, പണ്ട് കാലത്ത് ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ വാട്ട് ഈസ് ഹേർഡ്, നമ്മൾ എന്താണോ കേൾക്കുന്നത്, അതായത് പണ്ട് തൊട്ടേ നമ്മളിങ്ങനെ ഓരോരുത്തർ പറഞ്ഞ് കേട്ട് പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് പോരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ശ്രുതി. അതോടൊപ്പം തന്നെ സ്മൃതി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് റിമെമ്പേർഡ്, നമ്മൾ എന്താണോ ഓർത്തിരിക്കുന്നത് അതിനെയാണ് സ്മൃതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിങ്ങനെ ഓർത്തിരുന്ന് പാസ് ചെയ്ത് പോയതും നിയമം വരാനായിട്ട് അതിന്റെ ഒരു സോഴ്സ് ആയിട്ട് കാരണമായിട്ടുണ്ട്. പണ്ടത്തെ സോഴ്സസാണ് പറയുന്നത്, ഏൻഷ്യൻ ട്രഡീഷണൽ ആയിട്ടുള്ളത്. പിന്നെ കസ്റ്റം എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ട് ആളുകള് സ്വമനസാലെ ഫോളോ ചെയ്തിട്ട്, ആരും കമ്പല്ലൊന്നും ചെയ്യാതെ സ്വമനസാലെ അവർ ഫോളോ ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ്, അതിനെയാണ് ഈ പറയുന്ന കസ്റ്റം എന്ന് പറയുന്നത്. ഇനി റിലീജിയസ് ബുക്സ്, പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന റിലീജിയസ് ആയിട്ടുള്ള മതപരമായ പുസ്തകങ്ങളും റിട്ടൺ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സും ഇതൊക്കെയായിരുന്നു ലോയുടെ സോഴ്സസ് ആയിട്ട് പണ്ട് കാലത്ത് നിന്നും, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏൻഷ്യന്റ് ആയിട്ടുള്ള അവിടെ സോഴ്സസ് ആയിട്ട് നമുക്ക് ലോയുടെ ഉത്ഭവത്തിന് പറയാനായിട്ട് സാധിക്കുന്നത്. ഇനി മോഡേൺ ആയിട്ടുള്ള കോൺസെപ്റ്റിലേക്ക്, അത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. മോഡേൺ സോഴ്സസിലേക്ക് വരുമ്പോൾ, അതായത് ഇപ്പോൾ ഉള്ളത് അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ലോയുടെ, ഇപ്പോൾ ഉള്ള ആ ഒരു ലോയുടെ സോഴ്സസ് ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് പറയുന്നത്. ഒന്ന് ലെജിസ്ലേഷൻസ്. അപ്പൊ ഇത് ഓർക്കുക, ലോയുടെ സോഴ്സ് ഏതാന്ന് ചോദിക്കുമ്പോൾ ലെജിസ്ലേഷൻസ്, ദെൻ കസ്റ്റംസ്, പ്രീസിഡൻസ്. ഈ മൂന്നെണ്ണം മറക്കരുത്. ഒന്ന് ലെജിസ്ലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നിയമങ്ങൾ, അതായത് ഇപ്പൊ നമ്മൾ എനാക്ട് ചെയ്തിട്ടുള്ള ആക്ടുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടുകൾ, അതിനെയൊക്കെയാണ് എന്ത് ലെജിസ്ലേഷൻസ് എന്ന് പറഞ്ഞാൽ പാർലമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ. അപ്പോ ലെജിസ്ലേഷൻസ്, കസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി പ്രീസിഡന്റ് ആരാ, ജഡ്ജ് മെയ്ഡ് ചെയ്യുന്ന ലോസ്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ പ്രീസിഡന്റ് എന്ന് പറയുന്നത്. പ്രീസിഡന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ലെജിസ്ലേഷൻസ് ആണ് നോക്കുന്നത്. ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത് ലോയുടെ സോഴ്സ് ആണ്. അവിടെ ലോയുടെ ഒരു മേജർ സോഴ്സ് ആയിട്ട് പറയുന്ന ഒന്നാണ് നമ്മൾ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. ലെജിസ്ലേഷൻസ് എന്ന് പറഞ്ഞാൽ ആക്ട് അല്ലെ ഓരോരോ നിയമങ്ങളെയാണ് നമ്മൾ ഈ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നതില് ലെജിസ്ലേറ്റം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഈ ലെജിസ്ലേഷൻ എന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വന്നത്. ഇപ്പൊ ലെജിസ്ലേറ്റം എന്ന ലാറ്റിൻ ടേമിൽ നിന്നാണ് ലെജിസ്ലേഷൻസ് എന്ന വാക്ക് വന്നത്. ലെജിസ്ലേറ്റം എന്ന് പറഞ്ഞാൽ ഈ ലാറ്റിൻ ടേമിന്റെ മീനിങ് എങ്ങനെയാ, ലോ മേക്കിംഗ് പവർ, നിയമം ഉണ്ടാക്കാനായിട്ടുള്ള അധികാരം. അതിനെയാണ് നമ്മൾ ലെജിസ്ലേറ്റം എന്ന് പറയുന്ന ലാറ്റിൻ വേർഡും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വേർഡിൽ നിന്നാണ് ലെജിസ്ലേഷൻസ് എന്ന് പറയുന്ന വാക്ക് വന്നത്. അപ്പൊ ലോ മേക്കിംഗ് പവർ, നിയമം ഉണ്ടാക്കാനായിട്ടുള്ള അധികാരം. ആർക്കാ നിയമം ഉണ്ടാക്കാനായിട്ടുള്ള അധികാരം, ലെജിസ്ലേച്ചറിനാണ്. അപ്പോ ലെജിസ്ലേച്ചർ ഈസ് ദ ലോ മേക്കിംഗ് ബോഡി. ലെജിസ്ലേച്ചർ ആണ്, നമുക്കറിയാം ലെജിസ്ലേച്ചർ ആണ് നിയമം ഉണ്ടാക്കുന്ന ബോഡി. ലെജിസ്ലേച്ചർ ഈസ് ദ ലോ മേക്കിംഗ് ബോഡി. ആൻഡ് ഈ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന, അങ്ങനെ നിയമം ഉണ്ടാക്കാനായിട്ട് അതോറിറ്റി ഉള്ള ബോഡിയായ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന ഒരു റൂൾസ് അല്ലെങ്കിൽ നിയമത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. അത് എല്ലാവരിലും എന്താ, ബൈൻഡിങ് ആണ്. ബൈൻഡിങ് എന്ന് പറയുമ്പോൾ എന്താ, എല്ലാവരും അത് ഫോളോ ചെയ്യണം. അതായത് നമ്മൾ ഇവിടെ പാസ് ചെയ്യുന്ന നിയമങ്ങൾ നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യേണ്ടതല്ലേ. അപ്പൊ അതിനെയാണ് പറയുന്നത് ബൈൻഡിങ് ആണ് ഓൾ ഇൻഡിവിജ്വൽസ് എന്ന്. അപ്പൊ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത് ഉണ്ടാക്കാനായിട്ടുള്ള പവർ ലെജിസ്ലേച്ചറിനാണ്. ലെജിസ്ലേച്ചറാണ് ലോ മേക്കിംഗ് ബോഡി. ആ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത് എന്താ, ബോഡി ഓഫ് റൂൾസ് ആണ് പാസ്ഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ഈ ലെജിസ്ലേച്ചർ പാസ് ചെയ്യുന്ന റൂൾസിനെയാണ് നമ്മൾ ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്, വിച്ച് ആർ ബൈൻഡിങ് ഓൺ ഓൾ ഇൻഡിവിജ്വൽസ്. എല്ലാ വ്യക്തികളിലും അത് ബൈൻഡിങ് ആണ്, അതായത് എല്ലാവരും അത് ഫോളോ ചെയ്തിരിക്കണം. ഇനി ലെജിസ്ലേഷൻസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഡയറക്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷനും. ഡയറക്റ്റും ഇൻഡയറക്റ്റും.
ഡയറക്റ്റ് ആയിട്ട് ലെജിസ്ലേഷൻ എന്ന് പറയുന്നത് ഈ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്നത്, ലെജിസ്ലേച്ചർ ആണല്ലോ ലോ മേക്കിംഗ് ബോഡി. അപ്പൊ അങ്ങനെ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമത്തെയാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ സുപ്രീം ലെജിസ്ലേഷൻസ് എന്നും പറയും. അതായത് പവർ ഉള്ള വ്യക്തികൾ ഉണ്ടാക്കുന്ന നിയമം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സുപ്രീം ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ. ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്ന, പവർ ഉള്ള വ്യക്തികൾ തന്നെ ഉണ്ടാക്കുന്ന നിയമം. സുപ്രീം ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ലെജിസ്ലേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോസ് മെയ്ഡ് ബൈ ദ അതോറിറ്റി വിച്ച് ഈസ് എംപവർഡ് ടു മേക്ക് ലോസ്. നിയമം ഉണ്ടാക്കാനായിട്ട് അധികാരമുള്ള അല്ലെങ്കിൽ പവർ ഉള്ള വ്യക്തി ഏതാണോ ആ ഒരു അതോറിറ്റി ഉണ്ടാക്കുന്ന ലോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സുപ്രീം ആയിട്ടുള്ള ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ലെജിസ്ലേഷൻസ് എന്നൊക്കെ പറയുന്നത്. ഇനി സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ, ഇൻഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്നൊക്കെ പേര് പറയും. സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞ ടേം നിങ്ങൾ ഓർത്ത് വെക്കുക. ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്നൊക്കെ പറയും. അതെന്താന്ന് വെച്ചാൽ അതോറിറ്റി അല്ല ഉണ്ടാക്കുന്നത്, അതായത് ലോ ഉണ്ടാക്കാനായിട്ട് പവർ ഉള്ള അതോറിറ്റി അല്ല ഇവിടെ നിയമം ഉണ്ടാക്കുന്നത്. അപ്പൊ ആരാ ഉണ്ടാക്കുന്നത്, ലെജിസ്ലേച്ചറിനാണ് ലോ മേക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി. അപ്പൊ ഇവിടെ ലെജിസ്ലേച്ചർ അല്ല ഉണ്ടാക്കുന്നത്, ലെജിസ്ലേച്ചറിന് വരെ ആരാ ഉണ്ടാക്കുന്നത്, എക്സിക്യൂട്ടീവ് ആണ് ഉണ്ടാക്കുന്നത്. അതായത് എക്സിക്യൂട്ടീവ് അതോറിറ്റീസിനൊക്കെ ഇപ്പൊ ഈ ലെജിസ്ലേച്ചർ ചില സിറ്റുവേഷൻസിൽ ലോ അവർ മെയിൻ ആയിട്ട് ആ ഒരു ആക്ട് അങ്ങ് ഉണ്ടാക്കും. ആക്ട് ഉണ്ടാക്കിയിട്ട് അതിനെ സംബന്ധിച്ച് റൂളോ ഓർഡറോ ബൈലോസോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പാസ്സാക്കാനായിട്ടും അത് മേഡ് ചെയ്യാനായിട്ടുള്ള പവർ ആർക്ക് കൊടുക്കും, ഈ ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റീസിനെ ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഈ ഒരു ലെജിസ്ലേച്ചർ ലോ മേക്കിംഗ് ബോഡിയായ ലെജിസ്ലേച്ചർ ഈ ഒരു ലോ ഉണ്ടാക്കിയിട്ട് ആ ഒരു ആക്ട് എന്താണോ അത് ഉണ്ടാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള റൂൾസും റെഗുലേഷൻസ് ഒക്കെ മേഡ് ചെയ്യാനായിട്ടുള്ള പവർ ഈ ഒരു എക്സിക്യൂട്ടീവ് അതോറിറ്റീസിനൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയ, അതായത് ട്രാൻസ്ഫർ ചെയ്ത് ഇവർക്ക് കിട്ടിയ പവർ വെച്ച് അവരുണ്ടാക്കുന്ന നിയമം എന്ന് പറയുന്നത് സുപ്രീം അതോറിറ്റി അല്ലല്ലോ ഉണ്ടാക്കുന്നത്. സോ അപ്പൊ അതുകൊണ്ട് അറിയപ്പെടുന്നത് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ. ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ പവർ, അതിന് ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുക. അപ്പൊ ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയ പവർ വെച്ച് അവരുണ്ടാക്കുന്ന നിയമത്തെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. ആരാ മേടിയുന്നത്, ലോസ് മെയ്ഡ് ബൈ ദ അതർ അതോറിറ്റി ത്രൂ ഡെലിഗേറ്റഡ് പവേഴ്സ്. അതായത് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുള്ള, അതായത് ഈ ലെജിസ്ലേച്ചർ വഴിയായിട്ട് അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുള്ള അധികാരം വഴിയായിട്ട് ഇങ്ങനെയുള്ള മറ്റ് അതോറിറ്റീസ് ഉണ്ടാക്കുന്ന നിയമത്തെയാണ് ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻ അല്ലെങ്കിൽ സബോർഡിനേറ്റഡ് ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്നൊക്കെ പറയുന്നത്. അതിന് എക്സാമ്പിൾ എക്സിക്യൂട്ടീവ് ഉണ്ടാക്കുന്ന ലെജിസ്ലേഷൻസ് അല്ലെങ്കിൽ ഓട്ടോണോമസ് ലെജിസ്ലേഷൻ, അതായത് ഇപ്പോൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ലെജിസ്ലേഷൻ, മുനിസിപ്പൽ ലെജിസ്ലേഷൻസ് എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ ഒരു മുനിസിപ്പാലിറ്റി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റി ഉണ്ടാക്കുന്നു, ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കുന്ന നിയമം, മുനിസിപ്പാലിറ്റി ഉണ്ടാക്കുന്ന എന്തെങ്കിലും റൂൾസ് റെഗുലേഷൻസ്, അതോടൊപ്പം തന്നെ അതൊന്നും ലെജിസ്ലേഷൻ ഉണ്ടാക്കുന്ന നിയമമല്ലല്ലോ. പിന്നെ അതോടൊപ്പം മറ്റ് നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന ഓട്ടോണോമസ് ആയിട്ടുള്ള ലെജിസ്ലേഷൻ ആണ്, ഓട്ടോണോമസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുന്ന റൂള് കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ്, അവർക്ക് ട്രാൻസ്ഫർ ചെയ്ത് ലെജിസ്ലേച്ചർ വഴിയായി കിട്ടിയിട്ടുള്ള പവർ വെച്ച് അവരുണ്ടാക്കുന്ന ലോസിനെയാണ് എന്തെന്ന് പറയുന്നത്, സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഓർക്കുക, ലോയുടെ സോഴ്സസിൽ ആദ്യം വരുന്നത്, സോഴ്സ് ഓഫ് ലോയിൽ ഫസ്റ്റ് വരുന്നത് ലെജിസ്ലേഷൻസ് ആണ്. ലെജിസ്ലേഷൻസ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ചെയ്യാനായിട്ടുള്ള പവർ, ലോ മേക്കിംഗ് പവർ ആണ്. ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് വന്നത്. അപ്പൊ ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്ന ലോ മേക്കിംഗ് പവർ എന്ന വേർഡിൽ നിന്ന് ലെജിസ്ലേഷൻസ് വന്നു. അപ്പൊ ലെജിസ്ലേച്ചർ ആണ് ആര്, ഈ പറയും ലോ മേക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റി എന്ന് പറയുന്നത് ലെജിസ്ലേച്ചർ ആണ്. അപ്പൊ ആ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുന്ന നിയമത്തെ നമ്മൾ സുപ്രീം ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഡയറക്റ്റ് ലെജിസ്ലേഷൻ എന്ന് പറയും. അവർക്ക് എക്സാക്ട് പവർ ഉള്ള വ്യക്തികൾ. ഇനി അവർ ട്രാൻസ്ഫർ ചെയ്ത് പവർ ഉള്ളത് വഴിയായിട്ട് വേറെ ഏതെങ്കിലും അതോറിറ്റി, അതായത് എക്സിക്യൂട്ടീവോ ഇങ്ങനെയുള്ള ഓട്ടോണോമസോ മുനിസിപ്പൽ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാക്കുന്ന ലെജിസ്ലേഷൻസ് ആണെങ്കിൽ അതിനെ ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ്, എക്സാക്ട് അതോറിറ്റി ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ അതോറിറ്റി വെച്ച് നിയമങ്ങൾ ഉണ്ടാക്കുന്നവർ, അതിനെയാണ് അവരുണ്ടാക്കുന്ന നിയമത്തെ നമ്മൾ എന്തെന്ന് അറിയപ്പെടും, ഡെലിഗേറ്റഡ് ലെജിസ്ലേഷൻസ് എന്ന് അറിയപ്പെടും. രണ്ടാമത്തെ സോഴ്സ് ആണ് ലോയുടെ സെക്കൻഡ് സോഴ്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു, കസ്റ്റംസ് ആയിരുന്നു. അതായത് കസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ നിരന്തരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസ്. അതാരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല, നമ്മൾ വോളണ്ടറി ആയിട്ട് ഫോളോ ചെയ്യുന്ന, അതാരും ഈ പറയുന്ന വേറൊരു വ്യക്തി വഴിയായിട്ട് നമ്മൾ നിർബന്ധിച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുന്നതോ ഒന്നും കസ്റ്റം ആവില്ല. കുറേ നാളായിട്ട് നമ്മൾ കണ്ടിന്യൂസ്ലി ടൈം ഇമ്മെമ്മോറിയൽ ആയിട്ട്, അതായത് നമുക്ക് സമയം പറയാൻ പറ്റുന്നത് കുറേ നാളുകളായിട്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന വോളണ്ടറി ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. അതിനെയാണ് കസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ കസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ലോയുടെ ഒരു സോഴ്സ് ആണ്. അതായത് ഈ പറയുന്ന പണ്ട് തൊട്ട് നമ്മൾ ഫോളോ ചെയ്തിരുന്ന കസ്റ്റംസും ഒക്കെ ലോ എന്ന് പറയുന്നതിന്റെ ഒരു ഉത്ഭവത്തിന് കാരണമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ബോണഫൈഡ് ആയിട്ടുള്ള പ്രാക്ടീസ്, അതായത് നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ഒരു പ്രാക്ടീസ് ആണ് ഒരു യൂസേജ്
ഒബ്സർവ് ബൈ ദ പീപ്പിൾ ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. അതായത് ഇങ്ങനെ ജനറേഷൻ തോറും ജനങ്ങൾ ഒബ്സർവ് ചെയ്തു പോരുന്ന ഒരു ബോണഫൈഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു യൂസേജ് അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് റൂൾസ് കുറച്ച് റൂൾസ് ആണ്. ബോഡി ഓഫ് റൂൾസ് ആണ് എങ്ങനെ നമ്മൾ ബോണഫൈഡ്ലി പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഒരു ബോഡി ഓഫ് റൂൾസ് ആണ്. അത് ബോണഫൈഡ് ആയിട്ടുള്ള രീതിയിൽ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ജനറേഷൻ ടു ജനറേഷൻ ആയിട്ട് ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് പോരുന്നതാണ്. അതായത് ഒരു ഹാബിച്വൽ കോഴ്സ് ഓഫ് കണ്ടക്ട്, അതായത് നമ്മുടെ ഒരു ഹാബിറ്റ് പോലെയായി മാറിയത്. കാരണം നമ്മളിത് ഇങ്ങനെ ഫോളോ ചെയ്ത് പോരുന്നതാണ്. ഒബ്സർവ് യൂണിഫോംലി, ഒരുപോലെയാണ് എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നത്. യൂണിഫോംലി ആൻഡ് വോളണ്ടറിലി, സ്വന്തം ഇഷ്ടപ്രകാരമാണ് ബൈ ദ പീപ്പിൾ. ജനങ്ങൾ ഒരുമയോട് കൂടിയും അതുപോലെ തന്നെ വോളണ്ടറിലി ആയിട്ടും ഒക്കെ, അതായത് ആരും നിർബന്ധിക്കാതെ വോളണ്ടറി ആയിട്ടും യൂണിഫോമിൽ ഒരുപോലെയൊക്കെ അവരുടെ ഒരു ഹാബിറ്റ് പോലെയായിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു കണ്ടക്ട് പ്രവൃത്തിയാണ് അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് റൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഒരു കസ്റ്റം വാലിഡ് ആവണമെങ്കിൽ, അതായത് നമ്മൾ ഈ കുറെ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന എല്ലാ സാധനവും വാലിഡ് ആയിട്ടുള്ള കസ്റ്റം ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കസ്റ്റം അത് വാലിഡ് ആവണമെങ്കിൽ നിയമം കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. അതായത് ലോയിൽ ഒരു കസ്റ്റം വാലിഡ് ആവണമെങ്കിൽ അവിടെ കുറച്ച് എസെൻഷ്യൽസ് പറയുന്നുണ്ട്. അപ്പൊ ഈ പോയിന്റ്സ് നോക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കാറുണ്ട് ഓപ്ഷൻ ഇട്ടിട്ട്. അപ്പോൾ ഒരു വാലിഡ് ആയിട്ടുള്ള കസ്റ്റം ആയിരിക്കണമെങ്കിൽ എന്തൊക്കെ എസെൻഷ്യൽസ് ആണ് വേണ്ടത്? ഒന്ന്, ഇറ്റ് മസ്റ്റ് ബി ഏൻഷ്യന്റ്, അതായത് പഴയതായിരിക്കണം, കുറേ നാളുകളായിട്ടുള്ളതായിരിക്കണം. ഓർ ടൈം ഇമ്മമോറിയൽ. ടൈം ഇമ്മമോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് സമയം പറയാൻ പറ്റുന്നത് ഒരു 5 മാസമായിട്ട് 6 മാസമായിട്ട് ഫോളോ ചെയ്യണമെന്നൊന്നും അല്ല കസ്റ്റം. നമുക്ക് സമയം പറയാൻ പറ്റാത്തടത്തോളം കാലമായിട്ട് വർഷങ്ങളായിട്ട് ജനറേഷൻ ടു ജനറേഷൻ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു ബോഡി ഓഫ് റൂൾ ആയിരിക്കണം. ഇനി മസ്റ്റ് ബി കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എന്താ, ബ്രേക്ക് എടുക്കരുത്. ആദ്യം 1 മാസം ഫോളോ ചെയ്തു, പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തു, അങ്ങനെയല്ല. 2 വർഷം ഫോളോ ചെയ്തിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്തു, അത് കഷ്ടമാവില്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി റീസണബിൾ, അതായത് റീസണബിൾ ആയിട്ടുള്ള രീതിയിലുള്ളത് മാത്രമേ. ഇപ്പൊ അൺറീസണബിൾ ആയിട്ടുള്ള ഒന്നൊക്കെ ആണെങ്കിൽ അതൊരു വാലിഡ് ആയിട്ടുള്ള കസ്റ്റമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. then it must be moral, അവിടെ ഒരു ധാർമ്മികത ഉണ്ടായിരിക്കണം, ഒരു മോറൽ ആയിരിക്കണം. then must not be contrary എന്ന് പറയുന്നത് വിരുദ്ധമാവരുത്. must not be വിരുദ്ധമാവരുത്. എന്തിനൊക്കെ? to justice, നീതിക്കോ അല്ലെങ്കിൽ ഇക്വിറ്റി ആൻഡ് പബ്ലിക് പോളിസി, മൊറാലിറ്റി ഓർ സ്റ്റാറ്റ്യൂട്ടറി ലോ, അതായത് ഏതെങ്കിലും ഒരു സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു നിയമം, നമ്മുടെ ഇവിടെയുള്ള ഒരു നിയമത്തിനോ അല്ലെങ്കിൽ ഒരു മൊറാലിറ്റി ധാർമ്മികതയ്ക്കോ പബ്ലിക് ആയിട്ടുള്ള ഒരു പോളിസിക്കോ ജസ്റ്റിസ് അല്ലെങ്കിൽ ഇക്വിറ്റി ഇങ്ങനെയൊക്കെയുള്ള പ്രിൻസിപ്പിൾസിന് ഒന്നും കോൺട്രറി, വിരുദ്ധമായിട്ടുള്ള ഒരു കസ്റ്റമും ആവരുത്. അങ്ങനെയുള്ള ഒരു കസ്റ്റം ആണെങ്കിൽ അത് എന്താവില്ല, വാലിഡ് ആവില്ല. അപ്പൊ ഒരു കസ്റ്റം വാലിഡ് ആവാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ വേണം. അത് കാലാകാലങ്ങളായിട്ട് ഏൻഷ്യന്റ് ആയിട്ട് ടൈം ഇമ്മമോറിയൽ ആയിട്ട് കുറേ വർഷങ്ങളായിട്ട് സമയം പറയാൻ പറ്റാത്ത രീതിയിൽ ഫോളോ ചെയ്യുന്നതായിരിക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യണം. അത് റീസണബിൾ ആയിരിക്കണം, മോറൽ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പറയുന്നതിനൊന്നും വിരുദ്ധമാവരുത്. അതായത് ജസ്റ്റിസിനോ ഇക്വിറ്റിക്കോ പബ്ലിക് പോളിസിക്കോ മൊറാലിറ്റിക്കോ അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു നിയമത്തിനൊന്നും അവിടെ കോൺട്രി ആയിട്ടുള്ള രീതിയിലും ആവരുത് ആ കസ്റ്റം നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കസ്റ്റം വാലിഡ് ആവില്ല. അപ്പൊ ഈ പറയുന്ന കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്തിരിക്കണം ഒരു കസ്റ്റം വാലിഡ് ആവാനായിട്ട്. മൂന്നാമത്തെ സോഴ്സ് ആയിട്ട് നമ്മൾ ലോയുടെ പറയുന്നത് പ്രീസിഡൻസ് ആണ്. പ്രീസിഡൻസ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ പ്രീസിഡൻസ്, കോടതി പറയുന്നതാണ് കേട്ടോ. അപ്പൊ എന്താ ഈ ജുഡീഷ്യൽ പ്രീസിഡൻസ് അല്ലെങ്കിൽ പ്രീസിഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്? ചില സിറ്റുവേഷനിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു മാറ്റർ അവിടെ ഡീൽ ചെയ്യാൻ വേണ്ടി അതിനെ സംബന്ധിച്ച് ഒരു ലോ ഉണ്ടാകില്ല. അതായത് ഇപ്പൊ ഈ ഒരു കേസ് ഡീൽ ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് വ്യക്തമായിട്ടൊരു നിയമം ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് ഈ ഒരു മാറ്ററിനെ സംബന്ധിച്ച്. അപ്പൊ കോടതി എന്ത് ചെയ്യും, ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അവിടെ ഫോർമുലേറ്റ് ചെയ്യും. ആ ഒരു ലീഗൽ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ട് ആ കേസ് ഡിസൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെ കോടതി ഫോം ചെയ്യുന്ന ആ ഒരു ലീഗൽ പ്രിൻസിപ്പിള് പിന്നീട് അതുമായി ബന്ധപ്പെട്ട് സിമിലർ ആയ കേസസ് ഒക്കെ ഇല്ലേ, ഒരു സാമ്യതയുള്ള കേസുകളൊക്കെ, സെയിം ഫാക്ട്സ് സർക്കംസ്റ്റൻസ് ഒക്കെ വരുന്ന ആ ഒരു കേസ്, അപ്പൊ അങ്ങനെയുള്ള ഒരു സിമിലർ ആയിട്ടുള്ള സബ്സിക്വന്റ്ലി പിന്നീട് വരുന്ന കേസസിൽ മറ്റു കോടതികൾ അത് അപ്ലൈ ചെയ്യണം. അപ്പൊ അതിനെയാണ് ജുഡീഷ്യൽ പ്രീസിഡന്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അതൊരു ലോ ആയിട്ട് മാറും. അപ്പൊ ജുഡീഷ്യൽ പ്രീസിഡന്റ് അല്ലെങ്കിൽ പ്രീസിഡൻസ് എന്ന് പറയുന്ന ലോയുടെ ഒരു സോഴ്സ് ആണ്. when there is a lack of any existing law to deal with an issue, അതായത് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അവിടെ ഡീൽ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു നിലവിലുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലോ ഇല്ല, നിലവിലുള്ള ഒരു ലോ ഇല്ല, അതിന്റെ ഒരു ലാക്ക്, ഒരു അഭാവമാണ്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ജഡ്ജ് എന്ത് ചെയ്യും? ദ ജഡ്ജ് വിൽ ഫോർമുലേറ്റ് എ ലീഗൽ പ്രിൻസിപ്പിൾ. ജഡ്ജ് ഒരു ലീഗൽ പ്രിൻസിപ്പിൾ അവിടെ ഫോർമുലേറ്റ് ചെയ്യും. എന്തിനു വേണ്ടി? ടു ഡിസൈഡ് ദ കേസ്. ആ കേസ് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. കാരണം അവിടെ ഒരു ലോ ഇല്ല നിലനിൽക്കുന്ന, അപ്പൊ അത് ഡീൽ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു പ്രിൻസിപ്പിൾ അവിടെ ഫോർമുലേറ്റ് ചെയ്ത്, ലീഗൽ പ്രിൻസിപ്പിൾ ഫോർമുലേറ്റ് ചെയ്തിട്ട് ആ കേസ് ഡിസൈഡ് ചെയ്യും.
ആൻഡ് ദിസ് പ്രിൻസിപ്പിൾ വിൽ, അങ്ങനെ ജഡ്ജ് ഫോം ചെയ്ത് ആ കേസ് ഡിസൈഡ് ചെയ്യുന്ന ആ ലീഗൽ പ്രിൻസിപ്പിൾ വിൽ ബിക്കം ലോ, അത് ലോ ആയിട്ട് കൺസിഡർ ചെയ്യും. അപ്പൊ അതിനെയാണ് നമ്മൾ പ്രീസിഡൻസ് എന്ന് പറയുന്നത്. ലോ ആയിട്ട് കൺസിഡർ ചെയ്യും എന്തിനു വേണ്ടിയിട്ട്? ഫോർ സബ്സിക്വന്റ് സിമിലർ കേസസ്, പിന്നീട് വരുന്ന സിമിലാരിറ്റി ഉള്ള അതുപോലത്തെ വരുന്ന കേസസിൽ അത് അപ്ലൈ ചെയ്യും. അപ്പൊ അതിനെയാണ് പറയുന്നത് ദിസ് ഈസ് കോൾഡ് പ്രീസിഡന്റ് എന്ന് പറയുന്നത്. സോ പ്രീസിഡന്റ് എന്താന്ന് കിട്ടിക്കാണും. അപ്പൊ ആർട്ടിക്കിൾ 141 നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ 141 പറയുന്നുണ്ട് ലോ ഡിക്ലയർഡ് ബൈ ദ സുപ്രീം കോടതി, അതായത് ലോസ് ഡിക്ലയർഡ് ബൈ ദ സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുന്ന ലോസ് എല്ലാം എന്താണ് ഇങ്ങനെ പ്രീസിഡന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് സുപ്രീം കോടതി ലോ ഡിക്ലെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താ, ഇതേപടി ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാക്കുന്നു. അപ്പൊ അതിന് എന്തായിട്ട് അറിയപ്പെടുന്നു? പ്രീസിഡന്റ് ആയിട്ട് പിന്നീട് വരുന്ന സബ്സിക്വന്റ് ആയിട്ട് വരുന്ന സിമിലർ കേസസിലൊക്കെ അപ്ലൈ ചെയ്യണം. അപ്പൊ അങ്ങനെ സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുന്ന ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുന്ന ലോസ് എല്ലാം ബൈൻഡിങ് ആണ്. ബൈൻഡിങ് ആണെന്ന് പറയുമ്പോൾ എന്താ, ഫോളോ ചെയ്യണം, മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യണം ഓൺ ഓൾ കോൺസ്. ബാക്കി എല്ലാ കോടതികളും അത് ഫോളോ ചെയ്യാൻ, അത് ബൈൻഡിങ് ആണ് അവരിൽ എല്ലാവരും, ഇൻക്ലൂഡിങ് ഹൈക്കോർട്സ്. അപ്പൊ ഹൈക്കോർട്സ് ഉൾപ്പെടെയുള്ള എല്ലാ കോടതികളിലും, ബാക്കി താഴോട്ടുള്ള എല്ലാ കോടതികളിലും ഇങ്ങനെ സുപ്രീം കോടതി പറയുന്ന ഈ പ്രീസിഡൻസ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള ലോസ് ബൈൻഡിങ് ആണ്, മസ്റ്റ് ആയിട്ടും അവര് ഫോളോ ചെയ്യേണ്ടതാണ്. അതായത് അവരും ഈ പറയുന്ന ഈ ഒരു കേസിന്റെ സമാനതയുള്ള അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സിമിലാരിറ്റി ഉള്ള കേസസ് വരികയാണ് എങ്കിൽ അവർ ഈ പറയുന്ന പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്തിരിക്കണം, ആ പ്രീസിഡന്റ് അവിടെ അപ്ലൈ ചെയ്തിരിക്കണം. അതാണ് പറയുന്നത്, അത് ബൈൻഡിങ് ആണ്. സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്യുന്ന ലോസ് എല്ലാം ബാക്കി എല്ലാ കോടതികളിലും ബൈൻഡിങ് ആണ്, അവരെല്ലാവരും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, ഇൻക്ലൂഡിങ് ഹൈക്കോർട്സ് ഉൾപ്പെടെ. ബൈൻഡിങ് ഓൺ ഓൾ സബോർഡിനേറ്റ് കോർട്സ്, എല്ലാം സബോർഡിനേറ്റ് ആയിട്ടുള്ള താഴെയുള്ള ബാക്കിയുള്ള എല്ലാ കോടതികളിലും അത് ബൈൻഡിങ് ആണ്, മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. പക്ഷെ സുപ്രീം കോടതി തന്നെ ബൈൻഡിങ് അല്ല. ബട്ട് സുപ്രീം കോർട്ട് ഈസ് നോട്ട് ബൗണ്ട് ബൈ ഇറ്റ്സ് ഓൺ ഡിസിഷൻ. അതായത് സുപ്രീം കോടതി ഒരു കേസിൽ ഒരു ഡിസിഷൻ പറഞ്ഞു, പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു സിമിലർ കേസ് വന്നപ്പോൾ അതേ ഡിസിഷൻ തന്നെ സുപ്രീം കോടതി പറഞ്ഞതാണ്, അപ്പൊ അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ബാക്കി എല്ലാ കോടതികളും എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട സിമിലർ കേസസ് ഒക്കെയാണ് വരുന്നതെങ്കിൽ ആ കോടതികളെല്ലാം ഫോളോ ചെയ്യണം, ഇൻക്ലൂഡിങ് ഹൈക്കോർട്ട് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാ സബോർഡിനേറ്റ് കോടതികളും അത് ഫോളോ ചെയ്യണം. പക്ഷേ സുപ്രീം കോടതി എന്തല്ല, ബട്ട് സുപ്രീം കോർട്ട് ഈസ് നോട്ട് ബൗണ്ട് ബൈ, സുപ്രീം കോടതി മാൻഡേറ്ററി ആയിട്ട് ഫോളോ ചെയ്യണം എന്നില്ല, എന്ത് ബൗണ്ട് ബൈ ഇറ്റ്സ് ഓൺ ഡിസിഷൻ. സുപ്രീം കോടതി ഒരു കേസിൽ പറഞ്ഞ ഡിസിഷൻ പിന്നെ അതുപോലത്തെ ഒരു സിമിലാരിറ്റി വരുന്ന കേസ് വന്നെന്ന് പറഞ്ഞ് അതിലും ആ ഡിസിഷൻ തന്നെ പറയണമെന്ന് അവിടെ നിർബന്ധമില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാ കോടതികളും അത് ഫോളോ ചെയ്തിരിക്കണം. അതുമായി ബന്ധപ്പെട്ട സിമിലർ ആയിട്ടുള്ള കേസസ് അതുപോലത്തെ വരികയാണ്, സബ്സിക്വന്റ് ആയിട്ട് പിന്നീട് വരുന്ന സിമിലർ കേസസ് വരികയാണെങ്കിൽ ആ പ്രിൻസിപ്പിൾ തന്നെ അവിടെ അപ്ലൈ ചെയ്തിരിക്കണം. അതാണ് ആർട്ടിക്കിൾ 141 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. ഇനി ഈ പറയുന്ന ഈ ഒരു പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പ്രീസിഡന്റ് എന്ന് പറയുന്ന ഈ ഒരു സോഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ഡോക്ടറിനാണ് ഡോക്ടർ ഓഫ് സ്റ്റാരെ ഡിസീസ്. എന്ന് പറഞ്ഞാൽ സ്റ്റാരെ ഡിസീസ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാൻഡ് ബൈ ഡിസിഷൻ ആൻഡ് നോട്ട് ടു ഡിസ്റ്റർബ് വാട്ട് ഈസ് സെറ്റിൽഡ് എന്നാണ് അതിന്റെ മീനിങ്. അതായത് ടു സ്റ്റാൻഡ് ബൈ ഡിസിഷൻ ആൻഡ് നോട്ട് ടു ഡിസ്റ്റർബ് വാട്ട് ഈസ് സെറ്റിൽഡ്. എക്സാക്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ്. അതായത് നമ്മൾ പ്രസിഡന്റ് മസ്റ്റ് ആയിട്ടും സുപ്രീം കോടതി പറയുന്ന ലോ ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു പ്രസിഡന്റ് ബാക്കിയുള്ള എല്ലാ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള സബോർഡിനേറ്റ് കോടതിയിലും ബൈൻഡിങ് ആണ്. സുപ്രീം കോടതി തന്നെ അതിന്റെ ഡിസിഷൻസ് ബൈൻഡിങ് അല്ല. സുപ്രീം കോടതി പറയുന്ന ഡിസിഷൻസ് സുപ്രീം കോടതി തന്നെ ബൗണ്ട് അല്ല, നിർബന്ധിതമല്ല കേൾക്കണമെന്ന്. അപ്പൊ ഈ പറയുന്നതാണ് ഈ ഒരു സ്റ്റാരെ ഡിസീസിലും പറയുന്നത്. അതായത് ഒരു പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സബ്സിക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ സിമിലാരിറ്റി ഉള്ള ആ ഒരു സബ്സിക്വന്റ് കേസസ് വരില്ലേ, സമാനതയുള്ള അങ്ങനെയുള്ള സിമിലർ കേസസ് പിന്നീട് സബ്സിക്വന്റ്ലി പിന്നീട് വരുന്ന കേസസിൽ ബാക്കിയുള്ള എല്ലാ ഇൻഫീരിയർ കോടതികളും ഈ അപ്ലൈ ചെയ്തിരിക്കണം സുപ്രീം കോടതി പറയുന്ന പ്രീസിഡന്റുകൾ. അതാണ് ഈ സ്റ്റാരെ ഡിസീസിലും പറയുന്നത്. ഒരു ഡിസിഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ടു സ്റ്റാൻഡ് ബൈ ഡിസിഷൻ ആൻഡ് നോട്ട് ടു ഡിസ്റ്റർബ് വാട്ട് ഈസ് സെറ്റിൽഡ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടറിനാണ് സ്റ്റാരെ ഡിസീസ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് നോക്കുക. ഇനി അടുത്താണ് റേഷ്യോ ഡിസിഡന്റി ഒബിക്റ്റ് ഡിക്റ്റേറ്റ്. ഈ രണ്ട് ടേമിന്റെ മീനിങ് എന്താണെന്ന് നോക്കുക. റേഷ്യോ ഡിസിഡന്റി എന്ന് പറയുന്നത് കോടതി ഒരു കേസ് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു കേസ് ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ അതിന് ജഡ്ജ്മെന്റ് പറയുന്ന സമയത്ത് എന്ത് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണോ, അതായത് എന്ത് പ്രിൻസിപ്പിളിന്റെ ബേസിൽ എന്ത് റീസന്റെ പേരിലാണ് ആ ഒരു ഡിസിഷൻ പറഞ്ഞത് അല്ലെങ്കിൽ എന്ത് പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞത്, ആ റീസൺ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു റാഷണലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഷ്യോ ഡിസിഡന്റ് എന്ന് പറയുന്നത്. റേഷ്യോ ഡിസിഡന്റ് എന്ന് പറഞ്ഞാൽ റാഷണൽ ഓർ റീസൺ ഫോർ ദ ഡിസിഷൻ, ആ ഡിസിഷന്റെ കാരണം എന്താണ്, ഇങ്ങനെ ഒരു ഡിസിഷൻ പറയാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഡിസിഷൻ ഓർ ജഡ്ജ്മെന്റിന്റെ ആ ഒരു റീസൺ റാഷണൽ എന്താണ്, റീസൺ അല്ലെങ്കിൽ റാഷണൽ എന്താണ് എന്ന് പറയുന്നതിനാണ് റേഷ്യോ ഡിസിഡന്റ് എന്ന് പറയുന്നത്. അത് ബൈൻഡിങ് ആണോ, ബൈൻഡിങ് ടു സബ്സിക്വന്റ് കേസസ്, അതുമായി ബന്ധപ്പെട്ട് സിമിലർ ആയിട്ടുള്ള കേസസ് ഒക്കെ വരികയാണ് എങ്കിൽ, അതുപോലത്തെ സിമിലാരിറ്റി ഉള്ള കേസസ്
പിന്നീട് വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഇൻഫീരിയർ കോടതികളും താഴെയുള്ള എല്ലാ കോടതികളും എന്ത് ചെയ്തിരിക്കണം, ഇത് സബോർഡിനേറ്റ് ആയിട്ടുള്ള എല്ലാ കോർട്സും ഇത് ഫോളോ ചെയ്തിരിക്കണം. റേഷ്യോ ഡിസിഡൻറ്റി എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒരു ഡിസിഷൻസ് പറയുന്ന സമയത്ത് റേഷ്യോ ഡിസിഡൻറ്റി എന്ന് പറയുന്നത് റീസൺ ഫോർ ഡിസിഷൻ, ആ ഡിസിഷൻ പറയുന്നതിനുള്ള റീസണെയാണ് നമ്മൾ പറയുന്നത് റേഷ്യോ ഡിസിഡൻറ്റി എന്നുള്ളത്, ആ ഡിസിഷൻ അല്ലെങ്കിൽ ജഡ്ജ്മെന്റിന്റെ റീസൺ. അപ്പൊ അത് സുപ്രീം കോടതി പറയുന്ന ആ ഒരു റേഷ്യോ ഡിസിഡൻറ്റി ആണെങ്കിൽ, ഒരു കേസിലെ റേഷ്യോ ഡിസിഡൻറ്റി ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ സബോർഡിനേറ്റ് ആയിട്ടുള്ള കോടതികളും അത് ഫോളോ ചെയ്തിരിക്കണം. അത് ബൈൻഡിങ് ആണ്. റേഷ്യോ ഡിസിഡൻറ്റിക്ക് ബൈൻഡിങ് നേച്ചർ ഉണ്ട്. ബൈൻഡിങ് ടു സബ്സിക്വന്റ് ആയിട്ടുള്ള പിന്നീട് സിമിലാരിറ്റി ഉള്ള കേസസ് വരുമ്പോൾ അത് അവിടെ ബൈൻഡിങ് ആണ്. ഇനി ഒബിക്റ്റ് ഡിക്റ്റ. ഒബിക്റ്റ് ഡിക്റ്റ എന്ന് പറയുന്ന എന്ത് ലീഗൽ പ്രിൻസിപ്പിളിന്റെ ബേസിസിലാണ് ഒരു കേസ് ഡിസൈഡ് ചെയ്യുന്നത്, അതിന്റെ റീസൺ എന്താണ്, അതാണ് ഈ പറയുന്ന റേഷ്യോ ഡിസിഡൻറ്റി കേട്ടോ. ഇനി ഒബിക്റ്റ് ഡിക്റ്റ എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള റീസൺ അല്ല, അതായത് ഒരു കേസിന്റെ ജഡ്ജ്മെന്റ് പറയാനോ അല്ലെങ്കിൽ ഒരു കേസ് ഡിസൈഡ് ചെയ്യാനോ ഉള്ള എക്സാക്ട് റീസൺ അല്ല ഈ ഒബിക്റ്റ് ഡിക്റ്റ എന്ന് പറയുന്നത്. ഒബിക്റ്റ് ഡിക്റ്റ എന്ന് പറഞ്ഞാൽ ആ കേസ് ഡിസൈഡ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ അതിന്റെ ജഡ്ജ്മെന്റ് പറഞ്ഞ സമയത്ത് കോടതി അവിടെ നടത്തിയ വിലയിരുത്തലുകൾ, റീമാർക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കമന്റ്സ് ആണ് അവിടെ പറഞ്ഞത്, അല്ലെങ്കിൽ എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് നടത്തിയത്. എക്സാക്ട്ലി അതാണ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ കമന്റുകളൊക്കെ. അതായത് ജഡ്ജ് ആ ഒരു കേസ് ഡിസൈഡ് ചെയ്തപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ റീമാർക്സ് ആണ്, എന്തൊക്കെ വിലയിരുത്തലുകളാണ് നടത്തിയത്, എന്തൊക്കെ ഒബ്സർവേഷൻസ് ആണ് നടത്തിയത്, എന്തൊക്കെ കമന്റ്സ് ഒക്കെയാണ് ആ ഒരു ജഡ്ജ്മെന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞത്. അപ്പൊ അതിനെയൊക്കെയാണ് എന്ത് പറയുന്നത്, ആ നടത്തിയ വിലയിരുത്തലുകൾ കാര്യങ്ങളൊക്കെയാണ്. അത് തിങ്സ് സെറ്റ്, അതായത് എന്തൊക്കെ തിങ്സ് പറഞ്ഞു, എക്സാക്ട് ആയിട്ടുള്ള റീസൺ അല്ല ആ കേസ് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ളത്, ആ പ്രിൻസിപ്പിൾ അല്ല പറയുന്നത്, അതല്ലാതെ അത് തിങ്സ് സെറ്റ് പറഞ്ഞ കാര്യങ്ങളും ഓർ സെറ്റ് ഇൻ ദ പാസിംഗ് ഉദ്ദേശിക്കുന്നത് ആ ജഡ്ജ്മെന്റ് പാസ് ചെയ്ത സമയത്ത്, ആ വിധി പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായ ബാക്കി കാര്യങ്ങൾ, കമന്റ്സും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒബ്സർവേഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനെയൊക്കെയാണ് ഒബിക്റ്റ് ഡിക്റ്റ എന്ന് പറയുന്നത്. ആ കേസിലേക്ക്, ആ ഡിസിഷനിലേക്ക് എത്താനായിട്ട് നടത്തിയ ഒബ്സർവേഷൻസ് എല്ലാം അതിനെയാണ് ഒബിക്റ്റ് ഡിക്റ്റ എന്ന് പറയുന്നത്. ഒബിക്റ്റ് ഡിക്റ്റയ്ക്ക് എന്തില്ല, ബൈൻഡിങ് ഫോഴ്സ് ഇല്ല. അതായത് ബാക്കി കോടതികളെല്ലാം ആ ഒരു കേസ് ഡിസൈഡ് ചെയ്യാനായിട്ട് കോടതി നടത്തിയ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കമന്റ്സ്, റീമാർക്കുകളൊന്നും അവിടെ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം എന്നില്ല. നോട്ട് ബൈൻഡിങ് ഫോഴ്സ്, അവിടെ ഒരു ബൈൻഡിങ് ആയിട്ടുള്ള ഫോഴ്സ് ഇല്ല, അതൊരു ബൈൻഡിങ് പ്രീസിഡന്റ് അല്ല. ഓക്കെ. പക്ഷെ റേഷ്യോ ഡിസിഡന്റിയോ അതൊരു ബൈൻഡിങ് പ്രീസിഡന്റാ. എന്താണോ ആ കേസ് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള റീസൺ, ആ റീസൺ, ആ ലീഗൽ പ്രിൻസിപ്പിൾ ബാക്കിയുള്ള സിമിലർ ആയിട്ടുള്ള സബ്സിക്വന്റ് കേസസിൽ വരുമ്പോൾ അപ്ലൈ ചെയ്യണം. പക്ഷെ ഒബിക്റ്റ് ഡിക്റ്റയ്ക്ക് അങ്ങനെയില്ല. അപ്പൊ ഇത്രയാണ് നമ്മൾ നോക്കിയത് സോഴ്സസ് ഓഫ് ലോ ജൂറിസ്പ്രുഡൻസിന്റെ ക്ലാസ്. ബാക്കി ക്ലാസ് നമ്മൾ അടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ജൂറിസ്പ്രുഡൻസിന്റെ. അപ്പോൾ ക്ലാസ്സസ് എല്ലാവരും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.